അപ്പോൾ ഹലോ ഗായ്സ്, രേഷ്മ ഹിയർ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ചാനലിൽ നമ്മളിന്ന് പറയാൻ പോണത് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒക്കെ ആവാൻ പറ്റും, അങ്ങനെ കുറച്ച് ടിപ്സ് അത് കുറച്ചൊന്ന് പറഞ്ഞു നോക്കാം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഇനി പോവരുത്, അതൊക്കെ ഓരോ പാർട്ടായിട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം. നോർമലി ബ്രേക്കപ്പ് ഇപ്പോൾ ആണും പെണ്ണും സ്നേഹിച്ച് അവരുടെ വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ടാണ് ബ്രേക്കപ്പ് എങ്കിൽ അത് നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്ത് നല്ലപോലെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഓക്കെ ആയിട്ട് വരാം. പിന്നെ ഓക്കെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ബ്രേക്കപ്പ് ആയതാണെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതങ്ങനെ പിന്നെ നമ്മൾ കരഞ്ഞു വിളിച്ച് വീട്ടുകാർ സമ്മതിച്ചില്ലേ പിന്നെ നടക്കാനും പോകണല്ലോ. ഓക്കെ, അത് പോട്ടെ. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് അവന്മാർ ബ്രേക്കപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നമ്മളായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് പോവുക. ഇങ്ങനെയുള്ള ആണുങ്ങളെ അല്ല ഞാൻ വിചാരിച്ച്, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ അല്ല ഞാൻ വിചാരിച്ച്, അങ്ങനൊരു ചിന്താഗതി വരുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആണുങ്ങൾ നമ്മളെ ഇങ്ങനെ അടിമത്തം കേട്ടിട്ടില്ലേ ആ വാക്ക്? അടിമയെ പോലെ വെച്ചുകൊണ്ടിരിക്കും. സൗണ്ട് ഈ ഡോറിൻ്റെ കേട്ടോ, സോറി ഗൈസ്. അപ്പം ഇവിടെ നല്ല കാറ്റുമുണ്ട്. ഈ നാർസിസിസ്റ്റ് മെൻ എന്ന് പറഞ്ഞാൽ അവരാണെങ്കിൽ നമ്മളിങ്ങനെ അടിമയെ പോലെ വെച്ചുകൊണ്ടിരിക്കും. അവർക്ക് പല ആൾക്കാരുടെ അടുത്തുനിന്നും എല്ലാ ആൾക്കാരുടെ അടുത്തുനിന്നും അവർക്ക് വാലിഡേഷൻ വേണം. എല്ലാവരുടെ അടുത്തുനിന്നും ഞാൻ ഭയങ്കര അടിപൊളിയല്ലേ, ഞാൻ ഭയങ്കര സുന്ദരനല്ലേ, ഞാൻ അതല്ലേ ഇതല്ലേ എന്ന് ചോദിച്ച് ഭയങ്കര ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കണം. അതിൻ്റെ കൂടെ പെണ്ണത് കാണിക്കാൻ നമ്മളെയും വേണം. നമ്മളൊരു സൈഡ്, ബാക്കി എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് അറിയത്തില്ല നമ്മളിതിൽ പെട്ടുപോയെന്ന്. അപ്പോൾ അതൊരു ആൾക്കാരാണ് ഈ നാർസിസിസ്റ്റ് മെൻ എന്ന് പറഞ്ഞാൽ. പിന്നെ വരണതാണ് ഈ ടോക്സിക് മെന്നിൻ്റെ കാര്യം. ടോക്സിക് എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും വഴക്ക്, ബഹളം, തെറിവിളി, ദേഷ്യം. നമ്മൾ പിന്നെ അവരോട് ബെഗ് ചെയ്ത് കരഞ്ഞ് അയ്യോ ചേട്ടായി, അയ്യോ ഏട്ടാ പ്ലീസ് ഒന്നും പറയല്ലേ, ഞാൻ നന്നായിക്കോളാം, ഞാൻ കരച്ചിൽ നിർത്തിക്കോളാം, ഞാൻ ഓവർ തിങ്കിങ് നിർത്തിക്കോളാം, ഇങ്ങനെ പറഞ്ഞ് അവരുടെ മുന്നേ ബെഗ് ചെയ്തിരിക്കും. പക്ഷേ ഈ ടോക്സിക് മെന്നും ഈ നാർസിസിസ്റ്റ് മെന്നും ഇവന്മാരൊന്നും ശരിക്കുള്ളൊരാണല്ല. ആണായിരുന്നെങ്കിൽ സ്വന്തം പെണ്ണിന് ഇവർ കാരണം ആ വിഷമം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് ആ വിഷമം ഉണ്ടാവണമെങ്കിൽ അവരെ കരയിപ്പിക്കാതിരുന്നിട്ട് ഓക്കെ നിനക്ക് ഇതാണോ കാര്യം അതാണോ കാര്യം ചോദിച്ചറിഞ്ഞിട്ട് അത് നല്ലപോലെ കൊണ്ടുപോകാനേ നോക്കത്തുള്ളൂ. അങ്ങനെയുള്ള റിലേഷൻഷിപ്സും ഉണ്ട്. പക്ഷേ നമ്മളതിലൊന്നും അട്രാക്റ്റ് ആവില്ലല്ലോ. നമുക്ക് വരുന്നതൊക്കെ ഇങ്ങനത്തെ റെഡ് ഫ്ലാഗ്സ്, സോ കോൾഡ് റെഡ് ഫ്ലാഗ്സിനെ മാത്രമേ അട്രാക്റ്റ് ആവുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള 2 കേസിൽ ബോയ്സുമായിട്ടായിരിക്കും നിങ്ങൾ ബ്രേക്കപ്പ് ആയെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം എടുത്തു. ഞാൻ ബ്രേക്കപ്പ് ആയപ്പോൾ നാർസിസിസ്റ്റും ടോക്സിക്കും ആയിട്ടുള്ള ഒരാളായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് എന്നുവെച്ചാൽ ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും, എല്ലാ ദിവസവും വിളിച്ചോണ്ടിരുന്ന, ബെഗ് ചെയ്യാനെങ്കിലും വിളിച്ചോണ്ടിരുന്ന, കാല് പിടിക്കാനും കരയാനും ഒന്ന് വിളിക്ക് പ്ലീസ് എന്നെ ഒന്ന് വന്ന് കാണ്, ഇതിനൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നതാണ്. പക്ഷേ ഇനി വിളിക്കാൻ പറ്റില്ല. ഞാൻ പോയി ബ്രേക്കപ്പ് ചെയ്തു, ഞാനാ നിർത്തിയത്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇനി എന്നെ ആര് വിളിക്കും? എന്നോട് ആര് നല്ലതെന്ന് പറയും? ഞാൻ ഇട്ട ഡ്രസ്സ് ആർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും? ഞാൻ ചെയ്തത് ആരെ കാണിക്കും? എന്തിനിങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടണേ ഗായ്സ്? എന്തിനു ചിന്തിച്ച് കൂട്ടണേ മൈ ഗേൾസ്? ചിന്തിക്കല്ലേ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ലേ. അതെനിക്ക് ആദ്യം വന്ന തോട്ടായിരുന്നു ഫസ്റ്റ് വീക്ക്. പിന്നെ ഞാൻ അതിൽ നിന്ന് മൂണായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ റൂംമേറ്റ്സിലെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നു. അവർ പറഞ്ഞു നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, വാ നമുക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാം, നമുക്ക് എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകും. അങ്ങനെ കറങ്ങാൻ ഞാൻ കൊച്ചിയിലായിരുന്നു ആ സമയത്ത്. ഞാൻ കൊച്ചിയിൽ ഞാൻ ലുലു മോളും അവിടെ ഇവിടെ മെട്രോ അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും അങ്ങ് കറങ്ങാനൊക്കെ അങ്ങ് പോയി. ഫുൾ ഷോപ്പിങ്, ഫുൾ ഫുഡ് അടിക്കാൻ തുടങ്ങി. ബിക്കോസ് ഇത്രയും നാൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, സമാധാനമായിട്ട് ഇരുന്നിട്ടില്ല. ഫുൾ ടൈം കരച്ചിൽ, ഡാർക്ക് സർക്കിൾ. ഇപ്പോഴാണെന്ന് ഒക്കെ ആയി ഞാൻ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്താണ് ഞാൻ ഓക്കെ ആയത്. ഇങ്ങനെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി. എന്നോട് കുറേ പേര് പറഞ്ഞു നീ ആദ്യം നിന്നെ ഇഷ്ടപ്പെട്, നീ അവനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണ്ട, അവനെ നീ തന്നെ ബ്രേക്കപ്പ് ചെയ്ത് സമാധാനമായിട്ട് ഇരുന്നു, 2 വർഷം നീ പെട്ടുപോയി,
നീ ആ ഒരു ലൂപ്പിൽ കിടന്ന് പെട്ടുപോയി. അത് ഞാൻ ശരിയാ പെട്ടുപോയി. അതിൽ നിന്ന് നീ ഇപ്പോൾ രക്ഷപ്പെട്ടല്ലോ. ഇനി നീ നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങും. എന്നോട് ആ വ്യക്തി ഒരാൾ അങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ അത് ചെയ്യാൻ തുടങ്ങി. ഐ ഗോട്ട് ദ റിസൾട്ട് ആൻഡ് നൗ ലുക്ക് മീ. ഞാൻ ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ആരെന്നെ പറഞ്ഞാലും ആരെന്തൊക്കെ എന്നെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്നെ അറിയാം. എൻ്റെ അമ്മയെ ബോധിപ്പിച്ചാൽ മതി, എനിക്ക് എൻ്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി. വേറെ ആരും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്നെ അറിയാലോ. വേറെ ഒരു കുഴപ്പമില്ല. വേറെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. സോ സെൽഫ് ലവ് ഭയങ്കര മസ്റ്റാണ് ഗേൾസ്. ഭയങ്കര മസ്റ്റാണ്. നിങ്ങളെ സ്നേഹിക്കാതെ എന്നാലല്ലേ ബാക്കിയുള്ളവർ നിങ്ങൾക്കൊരു വില തരുള്ളൂ, നിങ്ങളുടെ അടുത്തോട്ട് അട്രാക്റ്റ് ആവത്തുള്ളൂ. ഐ അട്രാക്ട്, ഐ ഡോണ്ട് ചേസ്. ഇഫ് യു വാണ്ട് മീ യു ഷുഡ് അട്രാക്ട് മീ. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പോയിട്ട് ബെഗ് ചെയ്ത് ഇനി ഒരു റിലേഷൻഷിപ്പിലോട്ട് ഞാൻ കയറത്തില്ല. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തു നോക്ക്. അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. ആരെ കൊണ്ടാണേലും പറ്റും. എനിക്ക് മാത്രമല്ല, ആരെ കൊണ്ടാണേലും പറ്റും. എൻ്റെ ഗേൾസ്, നിങ്ങളോട് ഞാൻ പറയാണ്, എൻ്റെ കുഞ്ഞു മക്കളോട് ഞാൻ പറയാണ്. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടോട്ടെ, ഞാൻ മെസ്സേജ് ഇട്ട് നോക്കട്ടെ. വേണ്ട. എന്തിന്? ബ്രേക്കപ്പ് ചെയ്ത് അടുത്ത ദിവസം മുതൽ നിങ്ങളെ ഒന്ന് കണ്ണാടി നോക്ക്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്. ഞാൻ എന്തൊക്കെയാണ്, എനിക്ക് എൻ്റെ കുറവുകളെന്താ? ഫുഡ് കഴിച്ചില്ലായിരുന്നു, ഉറങ്ങാത്തോണ്ടുള്ള ഡാർക്ക് സർക്കിളാണ്, മുടി പോകുന്നുണ്ട്, മുടി ശ്രദ്ധിക്കണം. ഓക്കെ, ഫേസ് ശ്രദ്ധിക്കണം. ഈ മുഖത്ത് കുരു വരാൻ തുടങ്ങി എന്തുകൊണ്ടാണ്? ഞാൻ എന്നെ ശ്രദ്ധിക്കാത്ത. എനിക്കറിയായിരുന്നു. അവന് വേണ്ടി ഞാൻ കരഞ്ഞു, എന്താ പറയുക, ലൈക്ക് ഭയങ്കര ഒരു വൃത്തികെട്ട രീതിയിലായിരുന്നു ജീവിച്ചത്. അവനെന്ന് പറഞ്ഞ് ജീവിച്ച സമയത്ത്. പക്ഷെ ഇപ്പം ഞാൻ സ്കിൻ കെയർ, മറ്റേ ഹെൽത്ത്, ഫുൾ ടൈം 1 ലിറ്റർ വാട്ടർ. മക്കളെ ഞാൻ ഒരു കാര്യം പറയാം, വെള്ളം കുടിക്കുക എപ്പോഴും. എന്തിനാണെന്നറിയോ? 1 ലിറ്റർ വെള്ളം അല്ല, 2 ലിറ്റർ 2.5 ലിറ്ററെങ്കിലും ഒരു ദിവസം കുടിക്കണം. ഞാൻ മാക്സിമം 1.5 ലിറ്ററേ പറ്റുന്നുള്ളൂ ഇപ്പോഴും. 2.5 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോട് സംസാരിക്കാൻ ടൈം കാണില്ല. എപ്പോഴും വാഷ്റൂമിൽ പൊക്കോണ്ടിരിക്കും. അപ്പം വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, ടൈമിന് ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ളിടത്ത് പോവും. എവിടെയൊക്കെ പോകാൻ പറ്റും, അടുത്തുള്ള സ്ഥലത്താണെങ്കിലും വെറുതെ ചായ കുടിക്കാൻ പോകണം. ഒറ്റയ്ക്ക് പോയി ഫുഡ് കഴിക്കും. ഒറ്റയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇഷ്ടമുള്ള ഫുഡ്, ഇഷ്ടമുള്ള ഫ്രൈഡ് റൈസ്, ഈ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത്. പിന്നെ ബിരിയാണി എന്താണെന്ന് വെച്ചാൽ മേടിച്ചവിടെ കഴിക്കുക. പിന്നെ നോക്കൂ, എനിക്ക് ഈ ടെഡി ബിയേഴ്സ് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ അമ്മ ഇതൊക്കെ വാങ്ങിത്തന്നു. എനിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോൾ? ഐ ആം 23, ബട്ട് ഐ ലവ് ദിസ്. ഇപ്പം ഞാൻ ഗേൾ ആവാൻ തുടങ്ങി. ലൈക്ക് വുമൺഹുഡ് ഈസ് സോ ലവ്ലി ഗൈസ്. നിങ്ങളെ ഒന്ന് ഇഷ്ടപ്പെട്ട്, നിങ്ങളൊന്ന് ഒരുങ്ങി സന്തോഷിച്ച് സ്നേഹിച്ച് ക്യാമറയുടെ മുന്നിൽ നോക്കുമ്പോൾ അടിപൊളിയാണ് നിങ്ങൾ. ചെയ്ത് നോക്ക്. ഞാൻ അവൻ്റെ കൂടെ നടന്നപ്പോൾ ഞാൻ അവൻ്റെ മദറും അതും ഇതൊക്കെ ആവാൻ നടക്കുക ഇത്. അപ്പോൾ അതാ പറഞ്ഞത്. ആ ടൈമിൽ നമ്മൾ കുറേ മാസ്കുലിൻ എനർജി എടുക്കും വെറുതെ അവരെ വിട്ട് കളയാതിരിക്കാൻ. അങ്ങനത്തെ കുറേ കുഞ്ഞി നാർസിസിസ്റ്റ് മെന്നെ, ടോക്സിക് മെന്നെ കൊണ്ടു നടക്കാൻ വേണ്ടി. ഓർമ്മിപ്പിക്കല്ലേ. അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോയി. ഇനി അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ബ്രേക്കപ്പായി അടുത്ത ദിവസം നിങ്ങൾ വേറൊരു വേർഷൻ ആവാൻ നോക്ക്. ഇത്രയും നാൾ എങ്ങനെയായിരുന്നു അതിനെക്കാട്ടി അടിപൊളി വേർഷൻ ആവാൻ നോക്ക്. ചിരിക്ക്, എപ്പോഴും ചിരിക്ക്, എപ്പോഴും പാട്ട് കേൾക്ക്, എപ്പോഴും സിനിമ കാണണം, എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ജേണൽ ചെയ്യുക, ഒരു ബുക്ക് എഴുതുക, ഡയറി എഴുതുക. ഞാൻ ചെയ്യാറുണ്ട്, ഡയറി എഴുതുക. നിങ്ങൾക്ക് വിഷമം വന്നാൽ ഡയറിയിൽ എഴുതി വയ്ക്കുക. ആരോടെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് പറയണം. പിന്നെ എന്നെ ഇഷ്ടമുള്ളവർക്ക് എന്നോട് പറയാനാണെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും അവൈലബിൾ ആണ്. എനിക്ക് വേണമെങ്കിൽ DM ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, തണ്ടർസ്റ്റോമാണ്. അവിടെ വന്ന് ഫോളോ ചെയ്ത് എന്നെ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്, എനിക്കൊരു ജാടയില്ല. ആൻഡ് ഇഫ് യു വാണ്ട് എനിത്തിങ് മോർ ഫ്രം ദിസ്, ലൈക്ക് ബ്രേക്കപ്പിന് ശേഷം എങ്ങനെ കുറച്ചുകൂടെ ഒക്കെ ആവണം, മെച്ചപ്പെടണമെന്ന് ഇനിയും കുറച്ചുകൂടെ വേണമെങ്കിൽ, പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബിലോ. ഐ വിൽ give another video for this. So keep watching, keep loving.
ഡു സെൽഫ് ലവ്, അതാ ഉദ്ദേശിച്ചത്. ഡു സെൽഫ് ലവ് മറക്കരുത്. കീപ് ലവിങ് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ, ലവ് യു. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരണ വരെ കാണാം നമുക്ക്. ടാറ്റാ.